വേറൊരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു ഓപ്പൺ വെല്ല് മോട്ടർ നമുക്ക് വേറൊരു കിണറ്റിലേക്ക് മാറ്റണം. ഇത് കുറേ മുമ്പ് ഒരു 6-7 കൊല്ലം മുമ്പ് ഞാൻ വെച്ചു കൊടുത്തൊരു മോട്ടർ തന്നെയാണ്. അപ്പോൾ ഒരു കോയമ്പത്തൂർ മോട്ടറാണ്. നമ്മൾ ഇതുവരെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു കിണർ നമുക്ക് മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു കിണറ്റിലേക്കാണ് ഇനി മാറ്റാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു കിണറ്റിലേക്കാണ് രണ്ടാമത് വെക്കാനുള്ളത്. അപ്പോൾ അത് വെക്കുന്നൊരു വീഡിയോ ആണ് നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോക്ക് താഴെ വന്നൊരു കമൻറ്റ്, ലൈക്ക് കാര്യങ്ങളൊന്നും അടിക്കാൻ മറക്കരുത്. നമ്മൾ കിണറ്റിൽ നിന്ന് എടുത്തപ്പോൾ ഉള്ള കോലാണിത്. ഒരു 6-7 കൊല്ലം മുമ്പ് നമ്മൾ എടുത്തൊരു മോട്ടറാണ്. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലോണം ഒന്ന് ബ്രഷ് എടുത്തൊക്കെ കഴിക്കാനുള്ള വൃത്തിയാക്കി രണ്ടാമത് റീസെറ്റ് ചെയ്യുക. നോക്ക് നല്ല വൃത്തിയാക്കിയതിൻ്റെ ശേഷം മാത്രം കിണറ്റിൽ ഇറക്കുക. നമ്മൾ രണ്ടാമതൊരു മോട്ടറോ അല്ലെങ്കിൽ ഒരു മോട്ടർ വെച്ചിട്ട് 2-3 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ മോട്ടറിൻ്റെ ലൈഫ് ഒന്നും കൂടി കൂടുതൽ കിട്ടും. അപ്പോൾ ആ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ വെള്ളം ഒന്ന് ചെക്ക് ചെയ്യണം. വെള്ളത്തിൻ്റെ കമ്മി ഉണ്ടോ എന്നുള്ളത് സംശയമുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ കിണറ്റിൽ ഇറക്കി വെക്കുക. അപ്പോൾ നമ്മൾ മോട്ടർ കഴുകിയതിന് ശേഷം നല്ല വൃത്തിയായി നല്ല ഫ്രഷായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ HP കാര്യങ്ങളും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ വെള്ളവും കാര്യങ്ങളൊക്കെ നല്ല കമ്മി ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മൾ വെള്ളമൊക്കെ നല്ല ഫില്ലാക്കി വെക്കുക. ഏകദേശം 6-7 കൊല്ലം മുമ്പ് ഇറക്കിയ മോട്ടർ ആയതുകൊണ്ട് വെള്ളം കുറച്ച് കമ്മി തന്നെ ഉണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ റീസെറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ നല്ല നമ്മൾ നോക്കുക, ശ്രദ്ധിച്ച് ഇറക്കുക. അപ്പോൾ ഒന്നും കൂടി ലൈഫും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഈ ഒരു മോട്ടർ ഇതുവരെ കണ്ടീഷൻ ഓക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങളെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളൊക്കെ എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം ഫില്ല് ചെയ്യുന്നുണ്ടോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.